ഹലോ ഗൈസ്, നമസ്കാരം. മലപ്പുറം നാട് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം നാടായ മലപ്പുറം ജില്ലയിലാണുള്ളത്. അപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. മലപ്പുറം നൂറാടി പാലത്തിന് മുകളിൽ നിന്നും ഒരു ഏകദേശം 26 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ താഴേക്ക് എടുത്ത് ചാടി. ഏകദേശം ഒരു 10 മണിക്കാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു വേറെ യാത്രക്കാരൻ കണ്ടതിനെ തുടർന്നാണ് തെരച്ചിലുണ്ടായത്. അവിടെ നാട്ടുകാരുണ്ടായിരുന്നു, ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, ട്രോമ കെയർ അംഗങ്ങൾ, നസ്ര സന്നദ്ധ സേന, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും തെരച്ചിൽ നടത്തുന്നത്. അടുത്തൊരു ടീ ഷോപ്പ് നടത്തുന്ന ഷോണിച്ചൻ എന്ന ആളെ കണ്ട്. അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ ഇത് രാവിലെ 10 മണിക്ക് മുമ്പാണ്. നമ്മളിവിടെ കട തുറന്നിട്ടില്ല. നമ്മൾ വരുന്നതിന് മുമ്പ് സംഭവം നടന്നു. പിന്നെ എത്ര വയസ്സായിട്ട് അത് നമുക്ക് പ്രായം അറിയില്ല, ചെറുപ്പക്കാരനാണെന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസോ കാര്യങ്ങളോ നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു കാറുകാരൻ പോയപ്പം പുള്ളി കണ്ടെന്നാണ് പറഞ്ഞത്, എടുത്തിയാടുന്ന കണ്ടെന്നാണ്. അപ്പോൾ ഏകദേശം എത്ര വയസ്സിൽ പ്രായം തോന്നിക്കും? ഒരു 10-40 വയസ്സിൽ താഴെയായിരിക്കും. ചെറുപ്പക്കാരനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 40 വയസ്സിൽ താഴെയായിരിക്കണം. ഇതുവരെ തെരഞ്ഞെടുക്കണം കിട്ടിയിട്ടില്ല. പുള്ളിയെ പറ്റി ഏകദേശം ഒരു ഐഡന്റിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അതായത് കൊണ്ടോട്ടിക്ക് ഇപ്പറയുള്ള മുസ്ലിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള ഒരാളാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഡീറ്റെയിൽസ് ഫുള്ള് അറിയില്ല. ആരായി എന്തായെന്നൊന്നും നമുക്കറിയില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, തപ്പിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല. ഒന്നും ആർക്കും വ്യക്തമല്ല എന്തിനാണ് കാരണം, എന്താണെന്ന് ഒന്നും ആർക്കും. ദൂരെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അവിടെ സന്നദ്ധസേന തെരച്ചിലാണ്. അവരുടെ ബോട്ട് 2 ബോട്ടുണ്ട്. ആ ബോട്ടിലേക്ക് അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് പോകുന്നത് വരെ തിരഞ്ഞിട്ടും ആളെ കിട്ടിയിട്ടില്ല. ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും അപ്ഡേഷൻ വരികയാണെങ്കിൽ നമ്മൾ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. സംഭവ സ്ഥലത്ത് നിന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതനുസരിച്ച് ബജാജ് ബ്ലാക്ക് പൾസർ കേരളം 74443 എന്നൊരു ബൈക്കിലുള്ള യുവാവാണ് ചാടിയതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിജസ്ഥിതികൾ അല്പനിമിഷത്തിനുള്ളിൽ നമുക്ക് അറിയാവുന്നതാണ്. വാർത്തകൾ പൂർണ്ണമാകുന്നവരെ നമുക്ക് കാത്തിരിക്കാം.